വല്യതവഫു ബിൽ ബൈത്തിൽ അതീഖ്. ബൈത്തുൽ അതീഖ് തവാഫ് ചെയ്യാനുള്ളതാണ്. ഇന്ന് തവാഫ് ചെയ്യാൻ പല സ്ഥലങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ തവാഫിനെ നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൈയൊക്കെ പൊളിഞ്ഞു പോയിരുന്നു. മദീനത്ത് കുറേ കാലം വീണുപോയിരുന്നു. എന്നിട്ട് ഷെയ്ഖ് അബ്ദുൽ ആഖിലിയും ഞങ്ങളും കൂടി നിന്നിട്ട് നിർത്താൻ പറ്റാതെ അവസാനം ഞങ്ങളെ കൂട്ടത്തോടു കൂടി അങ്ങോട്ട് തള്ളി നിലം പതിപ്പിച്ച് ഓടലാണ് തവാഫായിട്ട്. അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ബാബുൽ ബഖീ എന്ന വാതില് മസ്ജിദുൻ നബവിയിൽ ഉണ്ടായത്. ഇപ്പം അടുത്ത കാലത്താണ് ബാബുൽ ബഖീ. ബാബു സലാം എന്ന് കിടന്നാൽ എവിടുന്ന് പുറത്ത് ഇറങ്ങുന്നു? ബാബുൽ ബഖീയിൽ കൂടി പുറത്തിറങ്ങുന്നു. പണ്ടോ ബാബുൽ ബഖീ എല്ലാം മറിച്ച് തവാഫ് ചെയ്യാനുള്ള ഒരു ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഞാൻ തന്നെ എൻ്റെ ടൈം അവസാനിച്ചിരിക്കുകയാണ്. രസത്തിൽ പലപ്പോഴും പറഞ്ഞതാണ്, ഒരു അയൽ രാഷ്ട്രക്കാരനെ പിടിച്ചിട്ട് 3 പ്രാവശ്യം എൻ്റെ മുമ്പിൽ കൂടി വിട്ടു കിടക്കുന്ന കണ്ടു. ഞാൻ ചോദിച്ചു ക്യാ കർ റഹേ ഹോ എന്ന്. മൂപ്പര് പറയാണ് 3 ചക്കർ മാർ ലിയ 4 ചക്കർ ബാക്കി ഹേ ചോടോ നാ. 3 കറക്കാൻ കറങ്ങി 4 കറങ്ങാൻ ബാക്കിയുണ്ട്, എന്നെ വിടുന്നു. മൂപ്പര് തവാഫ് ചെയ്യണേ. ഇതൊക്കെ നാം കണ്ടുപരിച്ചുള്ള കാര്യമാണ് കേട്ടാ. മസ്ജിദിൽ സ്വർഗത്തോപ്പിൽ ഇത് ഈ കാനേഷ്മാര് മനുഷ്യന്മാരാണ് ഇന്ന് ലോകത്തിലുള്ള മുസ്ലിങ്ങൾ എന്നിട്ട് ബഹുഭൂരിപക്ഷം. അതും നാം മനസ്സിലാക്കണം. നമ്മുടെ ഉത്തരവാദിത്വം എവിടെ? നാം എവിടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു? അതിലൊക്കെ നാം വീഴ്ച വരുത്തുന്നുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. ഒരുത്തൻ നിൽക്കാണ് റസൂലുള്ളാഹിന്റെ കാലിന്റെ ഭാഗത്തിൽ, തലയുടെ ഭാഗത്തിൽ. തലയുടെ ഭാഗം ഏതാണ്? റൗള അല്ലെ? റസൂൽ കിടക്കുന്നത് പടിഞ്ഞാറ് ഭാഗം തലയും കിഴക്ക് ഭാഗം കാലും തെക്ക് ഭാഗം മുഖത്തായിട്ടാണ് നബി അന്ത്യവിശ്രമം കൊള്ളുന്ന ഇത്. ആ തലയുടെ ഭാഗത്ത് നിന്നിട്ട് മൂപ്പര് അല്ലാഹു അക്ബർ. മദീന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു ഖിബല ഇങ്ങോട്ട് നിന്ന് മാറ്റി. അനങ്ങുന്നില്ല. അപ്പോൾ അനങ്ങാതിരുന്നപ്പോൾ പോലീസിനെ വിളിച്ചിട്ട് പോലീസ് വന്നു. പോലീസ് വന്നിട്ട് പിടിച്ച് ദൂരം കയ്യിന് വെളിച്ചങ്ങിട്ട് ഇറക്കി ചങ്ങല കൊണ്ട് അറസ്റ്റ് ചെയ്തതുപോലെ അനങ്ങുന്നില്ല. അങ്ങനെ മൂപ്പര് പിന്നെ ദേഷ്യത്തിൽ കൈദൂരപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഉസല്ലി കഅബത്തുൽ കഅബ എന്നാണ്, കഅബയുടെ കഅബത്തിന് ഞാൻ നിസ്കരിക്കാനടാ. മറുപടി സിലോണുകാരനാണ്, കേരളക്കാരനല്ല. എന്താണ് നിങ്ങൾ പറയുന്ന? ഖിബിലയ്ക്ക് മുന്നിടണമെന്നാണല്ലോ. ഖിബിലത്തുൽ ഖിബിലയിലേക്ക് ഞാൻ മുന്നിട്ടിരിക്കുകയാണ് എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ കാരണം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് നമ്പർ 532 സഹീഹുൽ മുസ്ലിമിൽ പരിശോധിച്ചാൽ കാണാം. ഇമാം നവവി വിശദീകരിച്ച് പറയുകയാണ്, ഖബർ കാണുന്ന കാലഘട്ടത്തിൽ, ഖബർ പ്രകടമായി കാണുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഭയമുണ്ടായി. ഇമാമുകൾക്ക്, താബിഈങ്ങൾക്ക്. എന്താണ്? ഇതിനെ ജനങ്ങൾ പൂജിച്ചു കളയും. ഇത് ഇമാം നവവി ആരാന്റെ ചോറ് വെച്ചിട്ട് പള്ളി ദർസിൽ വെച്ചിട്ട് ഓതപ്പെടുന്ന ഗ്രന്ഥമാണിത്, ശറഹ് മുസ്ലിം ഇമാം നവവിയുടെ. എന്ത് പറയുന്നു? പ്രകടമായി കാണുമ്പോൾ അതുകൊണ്ട് കുഫ്ർ വന്നു പോകും. കുഫ്ർ വന്നു പോകും. എന്തിലൂടെ? റസൂലിന്റെ ഖബറിന്റെ മുന്നിലേക്ക് മുന്നിട്ടിട്ട് സുജൂദും ആരാധനയും പ്രാർത്ഥനയും നടത്തലിലൂടെ. ഇത് പേടിച്ചത് കൊണ്ട് ഖബറിനെ കണ്ണിൽ നിന്നിട്ട് മറക്കാൻ വേണ്ടി അന്ന് ജീവിക്കുന്ന താബിഈങ്ങളായ ഇമാമുകളോട് ആവശ്യപ്പെട്ടു എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹ് മുസ്ലിമിന്റെ ശറഹിൽ 532-ാമത്തെ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ട ഭാഗങ്ങളാണ്.